വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനമായ ഗോവയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇവിടെ വീടിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ റെയിൽവേ തന്നെ കേട്ടോ. അപ്പോൾ ഗോവൻ്റെ മെയിൻ എൻട്രൻസ് ആയ മഡ്ഗോവയിൽ നിന്നാണ് നമ്മളെ വീഡിയോയുടെ തുടക്കം വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ കാണുക. നമ്മളെങ്ങോട്ടാ പോണേ ബോസ്? നമ്മളിപ്പോൾ ഇവിടെ ഉള്ള ബോസ് കുറെ ആൾക്കാർ പറഞ്ഞ കുറെ കഥകൾ വെച്ചിട്ട് കേട്ടൊരു അനുഭവമാണ് ഗോവ എന്ന് അറിയുന്നത്. കുറെ ആൾക്കാർ വന്നിട്ട് പല കഥകളും പറഞ്ഞ് പിന്നെ സിനിമയിലെ കാണുന്ന വേറെ ലെവൽ ഐഡിയ, വേറെ ലെവൽ വീഡിയോസ് കണ്ടിട്ട് അതാണ് ഗോവ ഇറങ്ങിയപ്പോ ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനവും ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാലാമത്തെ സംസ്ഥാനവുമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരദേശ കൊങ്കൺ മേഖലയിലാണ് ഈ സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്ര, കർണാടക എന്നിവയാണ് അയൽ സംസ്ഥാനങ്ങൾ. ബീച്ച് ടൂറിസത്തിൽ ലോകത്തിൽ തന്നെ മികച്ച കേന്ദ്രത്തിലൊന്നാണ് ഗോവ. വിനോദസഞ്ചാര മേഖലയിൽ നിന്നും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണയം നേടിത്തരുന്നത് ഈ കൊച്ചു പനാജിയാണ് ഗോവയുടെ തലസ്ഥാനം. ചിലർ ചുരുക്കി വാസ്കോ എന്ന് വിളിക്കുന്ന വാസ്കോഡ ഗാമയാണ് ഗോവയിലെ ഏറ്റവും വലിയ പട്ടണം. ഒരു ഗോവൻ നഗരമായ മഡ്ഗാവ് ഇന്നും പോർച്ചുഗീസ് അടയാളത്തിൽ ഉള്ള ഒരു നഗരമായി അവശേഷിക്കുന്നു. പ്രശസ്തമായ ഗോവൻ കടൽ തീരങ്ങളും ചരിത്രമുറങ്ങുന്ന ഗോവൻ നഗരങ്ങളും ആയിരക്കണക്കിനു സ്വദേശി വിദേശി ടൂറിസ്റ്റുകൾ എല്ലാ വർഷവും ഗോവയിലേക്ക് ആകർഷിക്കുന്നു. ഗൈസ്, നമ്മൾ റെയിൽവേയിൽ റൂം എടുക്കാൻ പോയതാട്ടോ. അപ്പോൾ റൂം എടുക്കാൻ പോയപ്പോൾ റൂം അവിടെ ഇല്ല. ഗൈസ്, ഞങ്ങൾ മൂഞ്ചി തിരിച്ചു. അവിടെ റൂം ഇട്ടല്ലോ, റൂം ഫുള്ളായിക്കണ്. അപ്പോൾ ഞങ്ങൾ മൂഞ്ചി തിരിച്ചു. വേറെ അന്വേഷിക്കാം, പുറത്തന്വേഷിക്കാം. ഗോവയിൽ രാത്രിയിൽ ഇങ്ങനെ തേരാപ്പേര നടക്കട്ടോ റെയിൽവേ സ്റ്റേഷനിൽ. അതിൻ്റെ ഇടയിൽ നല്ല ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ കയറി നിൽക്കണം. തൽക്കാലം അവിടെ കയറിക്കാം. കൂടെ മുറിച്ചെടുക്കാം. മറ്റു വണ്ടികൾ മഴ. ഗോവയിൽ കുറഞ്ഞ ബഡ്ജറ്റ് റൂം കിട്ടുകയാണ് ഭയങ്കര സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ റൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടോ. ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഈ പഴയൊരു ബിൽഡിംഗ് കണ്ടില്ല, ഇത് പോർച്ചുഗീസുകാരുണ്ടാക്കിയ ബിൽഡിംഗ് ആണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ പഴയ ഒരു വിധം ബിൽഡിങ്ങും ആർക്കിടെക്ചറൊക്കെ അതൊക്കെ പോർച്ചുഗീസുകാരുണ്ടാക്കിയ പോയതാണ്. അപ്പോൾ ഇവർക്ക് ഗോവക്കാർക്ക് ഭയങ്കര സംഭാവന പോർച്ചുഗീസുകാർ ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അങ്ങനെ ഗോവയിലെത്തി പിറ്റേ ദിവസം കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ രാവിലെ തന്നെ ചായ അടിക്കാനും വേണ്ടിയിട്ട് പുറത്തിറങ്ങിയാണ്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ കാഴ്ചകളും നോക്കാം. നല്ല മനോഹരമായ കാഴ്ച. ഒരാൾ പൂക്കൾ കൊണ്ടൊരു എന്ത് വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത് കേട്ടോ. മനോഹരമായ കാഴ്ച രാവിലെ തന്നെ കാണാൻ പറ്റി. ഹായ് ഗൈസ്, നമ്മളെ യാത്ര ഇവിടെ ഗോവയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗോവയിലെ ഇന്നത്തെ ഫസ്റ്റ് ദിവസം കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ ഗോവയിലെത്തിയത്. ഇവിടെ റൂം കിട്ടാനും വേണ്ടി കുറേ ശ്രമിച്ചിട്ടാണ്. ലോ ബഡ്ജറ്റിൽ റൂമൊന്നും കിട്ടാനില്ല. ലാസ്റ്റ് അങ്ങനെയൊക്കെ ഒരു റൂം ഒപ്പിച്ച് അപ്പോൾ കിട്ടി. അപ്പോൾ നമ്മളവിടെ 2 ദിവസം റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നേരെ പോലീസ് സ്റ്റേഷനിലാട്ടോ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോണത് പിന്നെ നമ്മളിന്ന് ഫ്രീ ആയി. അപ്പോൾ കുറച്ച് നമ്മൾ ഗോവൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നാളെയാണ് നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കിട്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് കുട്ടികൾക്ക് പിന്നെ ഉത്ബോധനത്തിൻ്റെയും അപ്പോൾ അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നാളേക്കാണ് സമയമുള്ളത്. അങ്ങനെ മിഷൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മിഷൻ ഹെൽത്ത് ഇന്ത്യ പറഞ്ഞ യൂട്യൂബ് ചാനൽ കേട്ടോ, അതിൽ കയറി കണ്ടു കഴിഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കയ്യിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളതാ ഇറയിൻ്റെ പുറത്ത് നിന്നുണ്ട് ഗോവൻ്റെ പഴയ ഒരു പട്ടണമായ ഗോവൻ്റെ പഴയൊരു പട്ടണം കേട്ടോ, ഓടൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം. അതിങ്ങനെ കാണാം. മിഷൻ്റെ ഭാഗമായി എത്തിയാട്ടോ ഗോവയിൽ. അപ്പോൾ ഇന്നലെ രാത്രി ഗോവയിൽ നമ്മൾ സ്റ്റേ ചെയ്ത്. അപ്പോൾ ഇന്ന് നമ്മളെ മിഷൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു അപ്രൂവലൊക്കെ എടുക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ ഗോവൻ്റെ പഴയൊരു ടൗണാണെന്ന് തോന്നുന്നുണ്ട്. ഇതേതാ ടൗണിൻ്റെ പേരറിയില്ല. ഗോവൻ്റെ പഴയൊരു ടൗണാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചിടാം. നമ്മളൊക്കെ പണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഉള്ളമായി തന്നെ. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സിംപ്ലിസിറ്റി ആൾക്കാരാട്ടോ. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ കണ്ടോ പഴയൊരു ആർക്കിടെക്ചറിലുള്ള ഒരു പഴയൊരു ബിൽഡിങ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ചായ അടിക്കാനും വേണ്ടി കയറി. ചായ അടിക്കാൻ നമ്മളെ നാട്ടിലൊക്കെ പോലെ തന്നെ മസാല ദോശ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ബോറായിട്ട് തോന്നുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, ഉള്ള പറയാനാണ്. അപ്പോൾ നല്ല ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ കുറഞ്ഞ ബഡ്ജറ്റ് ഉള്ളേരിയിലായതുകൊണ്ട്. അത് കഴിഞ്ഞാൽ നേരെ പിന്നെ നമ്മൾ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് അവിടുത്തെ മുനിസിപ്പൽ ബിൽഡിംഗ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കയറി സംസാരിച്ച് കണ്ടിരിക്കണം. അത് ചെറിയ ഷോർട്ട് എടുത്താണ്. പിന്നെ നമ്മൾ ഈ കാണാനാണ് ആ പറഞ്ഞില്ല ആ മുനിസിപ്പൽ ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ട് തന്നെ നമ്മൾ തിരിച്ചെത്തി. ഇത് ഗോവയിലൊരു ഇതാട്ടാ, ഒരു എന്തോ ഒരു ഇതുണ്ട്. പിന്നെ നേരെ കിട്ടുന്ന പാർക്കിൻ്റെ ഇവിടെ പാർക്കിനുള്ളിൽ പോവാ. ആ ഓക്കെ.
ആ ഗൈസ് ഇതാണ് ഗോവയിലെ മുനിസിപ്പൽ മാർഗാവോ മുനിസിപ്പൽ സെൻറ്റർ. ഓക്കെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പാർക്ക് കിട്ടാം. അപ്പോൾ ഓപ്പൺ പാർക്കാണ്. ഒരു പാർക്ക് കേട്ടോ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇവർ പിന്നെ പെർമിഷൻ എടുക്കാൻ വന്നിട്ടുണ്ട്. പെർമിഷനും കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ നാളെ മുതൽ നമുക്ക് ഇവിടുത്തെ സ്കൂളൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളെ മിഷൻ ഹെൽത്തിൻ്റെ പറഞ്ഞാൽ ആ ചാനലിൽ വരും. അപ്പോൾ ഇവിടുത്തെ ഇത് പറഞ്ഞാൽ കണ്ടോ, ഗോവയിലെ ഒരു മുനിസിപ്പൽ പാർക്കാട്ടത്. ഒരുപാട് ആൾക്കാർ ഈ നേരത്തിനുണ്ട് തണലൊക്കെ കൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല ഭംഗിയുണ്ട് ഓരോ കേസ്. അപ്പോൾ ഗോവയിലൂടെ ഉള്ള യാത്ര കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ സമയം ഏകദേശം ഉച്ചക്കായി. നമ്മളെ ബീച്ചിൽ പോകണം. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം. ബസ് സ്റ്റാൻഡിലെത്തില്ല, അപ്പുറത്ത് ബസ് കയറി പോകണം. അപ്പം നമ്മളവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഗോവയിൽ ഇവിടെ ബസ് കാത്തു കേട്ടോ. ബസ് സ്റ്റോപ്പിൽ ബസ് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂടെയുള്ള ഒരു വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോയിട്ടുണ്ട്. ബസ് ഏതൊരു ബസ് വരുന്നുണ്ട്, അവിടെ ഒരു ബസ് വരുന്നുണ്ട്. അത് ഇങ്ങോട്ടല്ല, അത് അങ്ങോട്ടാണ്. വേറൊരു ബസ് അവിടെ നിന്ന് വരുന്നുണ്ട്. അല്ല ഗൈസ്, ഞങ്ങളിപ്പോൾ ബസ് കയറിയിട്ടുണ്ട്. അതായത് നമ്മളെ ഫാസിൽ ഒരു കണ്ണട വാങ്ങിയിട്ടാ. അങ്ങനെ സാധനം ഉണ്ട്. രസമുണ്ട്. ഒരു സായിപ്പ ലുക്ക് ആയിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ ബസ് ഇറങ്ങിയിട്ട് നേരതാ അവനൊരു കണ്ണട വേണമെന്ന് പറഞ്ഞു. കണ്ണിന് ചെറിയ പ്രശ്നം കിട്ടാം. അപ്പോൾ നേരെ ഇങ്ങോട്ട് ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇവിടെ കുറേ കടകളുണ്ട്. അങ്ങോട്ട് വന്നാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ നട്ടുച്ചക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഞങ്ങൾ മിഷൻ കംപ്ലീറ്റ് ചെയ്യാണ്ടായത് ഈവനിങ് ഒക്കെ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ നമ്മളെന്തായി കുറച്ച് സമയം ഫ്രീ ടൈം കിട്ടിയപ്പോൾ നേരെ ബീച്ചിൽ. അപ്പോൾ എങ്ങനെ കണ്ണടിച്ചെൻ്റെ രാത്രി എടുക്കരുത്. എനിക്കിപ്പോൾ ഞാൻ ടൗസർ മേലെ നിൽക്കുന്ന സാധനം എടുത്തത് കേട്ടോ. ഇപ്പോൾ ഞാൻ കടലിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരുന്നവരെ ആയി. അപ്പോൾ നമ്മളെ ഗോവയിലെ ഈ ബീച്ചിൻ്റെ പേരെന്താണ് ഇത് കൂട്ടാ? കോൾവ ബീച്ചിലാണ്. കോൾവ ബീച്ചിലാണ് ഇപ്പം ഞങ്ങൾ എത്തിയിട്ടുള്ളത്. കോൾവ ബീച്ച് പോണ രംഗാട്ടാ. അതായത് ഇന്ത്യയിലെ ഏറ്റവും വികസന സംസ്ഥാനങ്ങളിലൊന്നാണ് ഗോവ. കിഴക്കൻ റോം എന്നും ഗോവയ്ക്ക് വിശേഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയാണ്. ഇതിൻ്റെ അടുത്ത വീഡിയോ നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന വീഡിയോ കേട്ടോ. അതിൻ്റെ എപ്പിസോഡായിട്ട് അടുത്തതായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരിക്കും. ബൈ ബൈ, സീ യു.